വെൽക്കം ടു എക്സലന്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ബികോം 6th സെമസ്റ്റർ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രോബ്ലം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ക്വസ്റ്റ്യൻ നമ്പർ 1. PV ratio is 40%, break-even point is 50%, total sales is 1,20,000. Find out fixed cost, variable cost and profit. നമ്മുടെ ക്വസ്റ്റിൽ കാൽക്കുലേറ്റ് നമുക്കിവിടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന നോക്കുക. PV ratio 40% തന്നിട്ടുണ്ട്, BEP തന്നിട്ടുണ്ട് 50%, സെയിൽസ് 1,20,000 തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും പ്രോഫിറ്റുമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നതനുസരിച്ചാണ് നമ്മൾ ഇക്വേഷൻ അഡോപ്റ്റ് ചെയ്യുക. BEP തന്നിട്ടുണ്ട്, BEP ഇൻറ്റു പ്രോഫിറ്റ് വോളിയം PV റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഇക്വേഷൻ എഴുതാം. ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു BEP ഇൻറ്റു PV റേഷ്യോ. BEP എത്രയാണ്? ബ്രേക്ക് ഇവൻ പോയിന്റ് 50,000 ഇൻറ്റു 40/100 എത്രയാണ്? 20,000. പ്രോഫിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പം നമ്മൾ ഫസ്റ്റ് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. കോൺട്രിബ്യൂഷൻ സി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സി കാൽക്കുലേറ്റ് ചെയ്യാൻ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. സെയിൽസ് നമ്മുടെ കോസ്റ്റിൽ തന്നിട്ടുണ്ട് 1,20,000 ഇൻറ്റു 40. PV റേഷ്യോ എത്ര? 40% ആണ്. 40/100 എത്രയാണ് ആൻസർ കിട്ടുക? 48,000. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ. കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടി 48,000 മൈനസ് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 20,000 മൈനസ് ചെയ്യുമ്പോൾ 28,000 എന്ന് നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ. സെയിൽസ് നമ്മുടെ കോസ്റ്റിൽ തന്നിട്ടുണ്ട് എത്ര? 1,20,000 മൈനസ് കോൺട്രിബ്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 48,000. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 42,000. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നു അല്ലേ. നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 20,000 കിട്ടി. അതുപോലെ പ്രോഫിറ്റ് നമുക്ക് 28,000 കിട്ടി. വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 72,000 കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The expenses for the production of 5,000 units in a factory are given as follows. Particulars per unit RS. Materials 50, labor 20, variable overhead OH എന്ന് പറഞ്ഞാൽ overhead എന്നാണ് 15, fixed overhead rupees 50,000, that means per unit 10 ആണ്. Office expenses ബ്രാക്കറ്റിൽ 5% വേരിയബിൾ, per unit 10 ആണ്. ഒരു യൂണിറ്റിന് 10 രൂപയാണ്. സെല്ലിംഗ് എക്സ്പെൻസസ് ബ്രാക്കറ്റ് 20% ഫിക്സഡ് ആണ്, അതിൻ്റെ വാല്യൂ 6 ആണ്. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 5 ബ്രാക്കറ്റ് 10% ഫിക്സഡ്. ടോട്ടൽ വന്നിരിക്കുന്ന പെർ യൂണിറ്റ് 116 ആണ്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ ബഡ്ജറ്റ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് 7,000 യൂണിറ്റ്സ്. അപ്പം നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നു നോക്കാം. പ്രൊഡക്ഷൻ 5,000 യൂണിറ്റ്സ് ആണ്. ഒരു ഫാക്ടറിയിലുള്ള എക്സ്പെൻസ് ആണ്. പ്രൊഡക്ഷൻ ചെയ്തപ്പോൾ 5,000 യൂണിറ്റ് വന്നിരിക്കുന്ന എക്സ്പെൻസ് ആണ്. നമുക്ക് താഴെ തന്നിരിക്കുന്നു നോക്കാം. പർട്ടിക്കുലേഴ്സും ഒരു യൂണിറ്റിൻ്റെ റേറ്റുമാണ്. മെറ്റീരിയൽസ് 50,000, ലേബർ 20, വേരിയബിൾ ഓവർഹെഡ് 15, ഫിക്സഡ് ഓവർഹെഡ് 50,000, ഒരു യൂണിറ്റിന് എത്രയാണ്? 10 ആണ്. ഓഫീസ് എക്സ്പെൻസസ് 5% വേരിയബിൾ എന്ന് പറഞ്ഞു. അപ്പോൾ 100ൽ 5% വേരിയബിൾ ആണെങ്കിൽ ഫിക്സഡ് എത്രയാണ്? 95% ആണെന്ന് നിങ്ങൾക്കറിയാം. ഒരു യൂണിറ്റിന് എത്ര രൂപയാണ്? 10 രൂപ. സെല്ലിംഗ് എക്സ്പെൻസസ് ബ്രാക്കറ്റ് 20% ഫിക്സഡ് ആണെങ്കിൽ, ടോട്ടൽ 100 ആണെങ്കിൽ 80% എന്താണ്? വേരിയബിൾ ആണെന്ന് അസ്യൂം ചെയ്യുക. അതിൻ്റെ സെല്ലിംഗ് എക്സ്പെൻസ് ഒരു യൂണിറ്റിന് എത്ര രൂപയാണ്? 6 രൂപ. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ബ്രാക്കറ്റ് 10% ഫിക്സഡ്. അപ്പം 100ൽ 10% ഫിക്സഡ് ആണെങ്കിൽ ബാക്കി ബാലൻസ് 90% എന്താണ്? വേരിയബിൾ ആണെന്ന് അറിയാം. അതിന് എത്രയാണ്? ഒരു യൂണിറ്റിന് 5 ആണ്. ടോട്ടൽ വരുന്ന എക്സ്പെൻസ് എത്രയാണ്? 116. നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ ബഡ്ജറ്റ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് 7,000 യൂണിറ്റ്സ്. 7,000 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം.
നമുക്ക് നോക്കാം ആൻസർ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് എക്സ്പെൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. എക്സ്പെൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഐറ്റം നോക്കിക്കേ, മെറ്റീരിയൽസ് ആണ്. ഫസ്റ്റ് നമ്മളിവിടെ എഴുതുന്ന പർട്ടിക്കുലേഴ്സ് കോളത്തിൽ മെറ്റീരിയൽസ് എന്ന് എഴുതി. അതിൻ്റെ ഒരു യൂണിറ്റിന് എത്ര രൂപയാണ്? 50 ആണ്. അതെന്താണ് ക്വസ്റ്റ്യനിൽ ഒന്നും പറയാത്തത് കൊണ്ട് അതെന്തായിരിക്കാം? വേരിയബിൾ ആണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഫിക്സഡ് ആണ്, സെപ്പറേറ്റ് പറഞ്ഞിരിക്കും. നെക്സ്റ്റ് ഐറ്റം ലേബർ. ലേബർ തന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 20 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഒന്നും പറയാത്തത് കൊണ്ട് അതിൻ്റെ നേച്ചർ ഏതായിരിക്കും? വേരിയബിൾ ആണ്. നെക്സ്റ്റ് ഐറ്റം വേരിയബിൾ ഓവർഹെഡ്. വേരിയബിൾ ഓവർഹെഡ് എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 15 ആണ്. വേരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ അത് വേരിയബിൾ ആണ്, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വേരിയബിൾ എന്ന് നേച്ചറിൻ്റെ കോളത്തിൽ എഴുതാം. നെക്സ്റ്റ് ഓഫീസ് ഓവർഹെഡ്. അതിനു മുമ്പ് തൊട്ട് മുമ്പുണ്ട് ഫിക്സഡ് ഓവർഹെഡ്. ഫിക്സഡ് ഓവർഹെഡ് എമൗണ്ട് എത്രയാണ്? 10 ആണ് തന്നിരിക്കുന്നത്. ഫിക്സഡ് ഓവർഹെഡ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്തായിരിക്കാം നേച്ചർ? ഫിക്സഡ് ആണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഫിക്സഡ്. അതിൻ്റെ എമൗണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എമൗണ്ട് 50,000 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 50,000. ടോട്ടൽ റുപ്പീസ് 50,000 എന്ന് നമുക്ക് എൻട്രി ചെയ്യാം. നെക്സ്റ്റ് ഐറ്റം ഓഫീസ് എക്സ്പെൻസസ്. ഓഫീസ് എക്സ്പെൻസസ്. ഓഫീസ് എക്സ്പെൻസ് തന്നിരിക്കുന്നത് ബ്രാക്കറ്റിൽ 5% വേരിയബിൾ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ. ഓഫീസ് എക്സ്പെൻസ് നമ്മൾ തന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 10 എന്ന് നമ്മൾ പെർ യൂണിറ്റിൻ്റെ കോളത്തിൽ എഴുതുന്നു. അതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 5% വേരിയബിൾ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 5% വേരിയബിൾ എന്ന് എഴുതുക. 100 5% ബാക്കി എത്രയാണ്? 90% എന്താണ്? ഫിക്സഡ് ആണ്. അങ്ങനെ തന്നെ നമ്മൾ എൻട്രി ചെയ്യണം. നെക്സ്റ്റ് ഐറ്റം സെല്ലിംഗ് എക്സ്പെൻസസ്. സെല്ലിംഗ് എക്സ്പെൻസസ്. എൻ്റെ എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് 6 ആണ്. അതിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണ്? 20% ഫിക്സഡ് ആണ്. അപ്പം വേരിയബിൾ എത്രയാണ്? 80% ആണെന്ന് നമുക്ക് അറിയാം. 80% വേരിയബിൾ, 20% എന്താണ്? ഫിക്സഡ് ആണ്. നെക്സ്റ്റ് ഐറ്റം ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 10% ഫിക്സഡ് ആണ്. അപ്പം 90% എന്തായിരിക്കും? അതിൻ്റെ എമൗണ്ട് ആദ്യം എഴുതുന്നു, 5 എന്ന് എഴുതുന്നു. ഫിക്സഡ് 10% ഫിക്സഡ് ആണെങ്കിൽ വേരിയബിൾ എത്രയായിരിക്കും? 90%. 90% വേരിയബിൾ. ഇതിനെ നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് എഴുതണം. 10% എന്താണ്? ഫിക്സഡ് ആണ്. ഫിക്സഡ് ആണ്. ഇത്രയും ആദ്യം നമ്മൾ എൻട്രി ചെയ്യണം. ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? വേരിയബിൾ കോസ്റ്റ് എത്രയാണ്, ഫിക്സഡ് കോസ്റ്റ് എത്രയാണെന്ന് സെപ്പറേറ്റ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വേരിയബിൾ കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ബ്രാക്കറ്റ് നമുക്ക് എഴുതാം പെർ യൂണിറ്റ് ഇൻറ്റു എത്രയാണ് ഒരു യൂണിറ്റിന്? ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. ഒരു യൂണിറ്റിന് എത്ര രൂപയാണ്? ബഡ്ജറ്റ് എത്ര രൂപയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി? 7,000. പ്രൊഡക്ഷൻ 7,000 യൂണിറ്റ് ഇല്ല, അപ്പോൾ 7,000. ഇനി ഇത് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യണം. വേരിയബിൾ
മെറ്റീരിയൽസ് വേരിയബിളിൻ്റെ വാല്യൂ കോസ്റ്റ് എത്രയാണോ അതാണ് നമ്മളിവിടെ എൻട്രി ചെയ്യേണ്ടതുള്ളൂ. ഫസ്റ്റ് മെറ്റീരിയൽ വേരിയബിൾ ആണല്ലേ, മെറ്റീരിയൽസ് ഇവിടെ എത്രയാണ് വാല്യൂ പെർ ഒരു യൂണിറ്റിന് 50 ഇൻറ്റു എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ വരുന്നത് 7000 ഈസിക്കൽ ടു 3,50,000. നെക്സ്റ്റ് ഐറ്റം വേരിയബിളായി വരുന്നതാണ് ലേബർ എത്രയാണ് 20 ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എത്രയാണ് ടോട്ടൽ പ്രൊഡക്ഷൻ 7,000 ഈസിക്കൽ ടു 1,40,000. നെക്സ്റ്റ് ഐറ്റം വേരിയബിളായി വരുന്ന ഏതാണ്, വേരിയബിൾ ഓവർഹെഡ് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 15 ആണ് ഒരു യൂണിറ്റിന് ഇൻറ്റു ടോട്ടൽ പ്രൊഡക്ഷൻ എത്രയാണ് 7,000. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,05,000. നെക്സ്റ്റ് ഐറ്റം വേരിയബിൾ വരുന്ന മാത്രമാണ് നമ്മൾ എൻട്രി ചെയ്തത്, ഫിക്സഡ് ഓവർഹെഡ് വരികയല്ല. നെക്സ്റ്റ് ഓഫീസ് എക്സ്പെൻസസ്, അതിൽ വേരിയബിൾ ഓവർഹെഡ് ഒരു ഓഫീസ് എക്സ്പെൻസസ് ഇസിക്കൽ ടു ഇവിടെ എത്ര പെർസെൻറ്റേജ് ആണ് വേരിയബിൾ 5% ആണ് വേരിയബിൾ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 5% ഓഫ് എത്രയാണ് തന്നിരിക്കുന്നത് 10 ആണ് ഈസിക്കൽ ടു 10 ഇൻറ്റു 5/100 എത്രയാണ് 0.5 ഇൻറ്റു 7,000 യൂണിറ്റ് അല്ലേ, ഈസിക്കൽ ടു എത്രയാണ് 3,500. നെക്സ്റ്റ് സെല്ലിംഗ് എക്സ്പെൻസും വേരിയബിൾ കോസ്റ്റ് വരുന്നുണ്ട്. സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണ് വേരിയബിൾ കോസ്റ്റ് എത്രയാണ് വരുന്നത് 80% ആണ്. 80% ഓഫ് എത്രയാണ് സെല്ലിംഗ് എക്സ്പെൻസ് വരുന്നത് 6 ആണ് വരുന്നത് അല്ലേ, ഈസിക്കൽ ടു 6 ഇൻറ്റു 80/100 എത്രയാണ് വരിക 4.8 ഇൻറ്റു പ്രൊഡക്ഷൻ എത്രയാണ് 7,000 ഈസിക്കൽ ടു 33,600. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എത്രയാണ് വേരിയബിൾ കോസ്റ്റ് വന്നിരിക്കുന്നത് 90% ആണല്ലേ. 90% ഓഫ് എത്രയാണ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഒരു യൂണിറ്റിന് 5 ആണ് ഈസിക്കൽ ടു 5 ഇൻറ്റു 90/100 എത്ര വരിക 4.5 ആണല്ലേ ഇൻറ്റു ടോട്ടൽ പ്രൊഡക്ഷൻ എത്രയാണ് 7,000 ഈസിക്കൽ ടു എത്രയാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത് 31,500 ആണ്. ഇപ്പോൾ നമ്മൾ വേരിയബിൾ കോസ്റ്റിൻ്റെ ഓരോ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഫിക്സഡ് കോസ്റ്റിൻ്റെ വേരിയബിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫിക്സഡ് കോസ്റ്റ് ബ്രാക്കറ്റിലെ പെർ യൂണിറ്റ് ഇൻറ്റു എത്രയാണ് ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ടിങ്ങിൽ നോക്കുക എത്ര യൂണിറ്റ് ആണെന്ന് നോക്കിക്കേ. നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് എത്ര പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. ദി എക്സ്പെൻസ് പ്രൊഡക്ഷൻ ഓഫ് 5,000 അല്ലേ 5,000. ഫിക്സഡ് കോസ്റ്റ് എപ്പോൾ എന്താണ് 5,000 ആണ് ക്വസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതാണ്. വേരിയബിൾ കോസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ എത്രയാണ് ക്വസ്റ്റിന് ലാസ്റ്റ് പ്രൊഡക്ഷൻ പറയുന്നതാണ് എഴുതേണ്ടത്. ഇനി ഫിക്സഡ് വരുന്ന എല്ലാ ഐറ്റങ്ങളാണ് എഴുതുക. ഫസ്റ്റ് ഫിക്സഡ് ഓവർഹെഡ് എത്രയാണ് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. ഫിക്സഡ് ഓവർഹെഡ് നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 50,000. അത് എമൗണ്ട് നമ്മൾ എടുത്തെഴുതുന്നു. നെക്സ്റ്റ് ഫിക്സഡായി വരുന്ന ഐറ്റം ഏതാണ് ഓഫീസ് എക്സ്പെൻസ് എത്രയാണ് വരിക ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് 90% ഓഫ് എത്രയാണ് ഓഫീസ് എക്സ്പെൻസിൻ്റെ ഒരു യൂണിറ്റ് വാല്യൂ 10 ആണ് ഈസിക്കൽ ടു 9.5 ഇൻറ്റു 5,000
is equal to 47,500. നെക്സ്റ്റ് ഐറ്റം സെല്ലിംഗ് എക്സ്പെൻസും ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ. സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത്? 20% അല്ലേ. ഓഫ് അതിൻ്റെ വാല്യൂ എത്രയാണ്? ഒരു യൂണിറ്റ് 6 ആണ്. ഇസ് ഇക്വൽ ടു 6 × 20/100 എത്രയാണ്? 1.2 × 5,000 ഈസ് ഇക്വൽ ടു 6,000. നെക്സ്റ്റ് ഐറ്റം ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിലും ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എത്രയാണ്? ഫിക്സഡ് കോസ്റ്റ് 10% ഓഫ് എത്ര ആണുള്ളത്? യൂണിറ്റിന് 5 ആണുള്ളത്. ഈസ് ഇക്വൽ ടു 5 × 10/100 എത്രയാണ്? 0.5 × 5,000 ഈസ് ഇക്വൽ ടു എത്രയാണ്? 2,500. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽസിന് വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 3,50,000 പ്ലസ് ലേബർ എത്രയാണ്? 1,40,000 പ്ലസ് വേരിയബിൾ ഓവർ ഹെഡ് 1,05,000 പ്ലസ് സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണ്? 33,600 പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എത്രയാണ്? 31,500. ഇത് നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6,63,600. നെക്സ്റ്റ് നമ്മൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു അല്ലെ ഫിക്സഡ് ഓവർ ഹെഡ് എത്രയാണ്? 50,000 പ്ലസ് ഓഫീസ് എക്സ്പെൻസ് എത്ര? 47,500 പ്ലസ് സെല്ലിംഗ് എക്സ്പെൻസ് 6,000 പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 2,500. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1,06,000. നെക്സ്റ്റ് ടോട്ടൽ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റിന് ടോട്ടൽ എത്ര? 6,63,600 പ്ലസ് ഫിക്സഡ് കോസ്റ്റിന് ടോട്ടൽ എത്ര? 1,06,000. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 7,69,600. നെക്സ്റ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇവിടെ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 7,69,600 ഡിവൈഡഡ് ബൈ എത്ര പ്രൊഡക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്? ബഡ്ജറ്റ് എത്ര പ്രൊഡക്ഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? പ്രൊഡക്ഷൻസിൻ്റെ ബഡ്ജറ്റിൻ്റെ യൂണിറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 109.94. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യൂസിങ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഫോർ എ ഫേം ഹാവിങ് സെയിൽസ് ഓഫ് ₹36 lakh. നമ്മളോട് താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നോക്കിയിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എ ഫേം ഹാവിങ് സെയിൽസ് ഓഫ് ₹36 lakh. സെയിൽസ് എത്രയാണ്? 36 lakh ആണ് തന്നിരിക്കുന്നത്. സെയിൽസ് ബൈ ടോട്ടൽ അസറ്റ്സ് 3, സെയിൽസ് ബൈ ഫിക്സഡ് അസറ്റ് 5, സെയിൽസ് ബൈ കറണ്ട് അസറ്റ്സ് 7.5, സെയിൽസ് ബൈ ഇൻവെന്ററീസ് 20, സെയിൽസ് ബൈ ഡെപ്റ്റേഴ്സ് 15, സെയിൽസ് ബൈ കറണ്ട് റേഷ്യോ 2, ടോട്ടൽ അസറ്റ്സ് ബൈ നെറ്റ് വർത്ത് 2.5, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 1. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്.
എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ടോട്ടൽ അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. സെയിൽസ് ബൈ ടോട്ടൽ അസറ്റ്സ്. സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് 36 lakh എന്ന് തന്നിട്ടുണ്ട്. സെയിൽസ് ബൈ ടോട്ടൽ അസറ്റ്സ് ഈസിക്കൽ ടു എത്രയാണ്? 3 ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ടോട്ടൽ അസറ്റ്സ്. ടോട്ടൽ അസറ്റ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇക്വേഷൻ ഏതാണ്? സെയിൽസ് ബൈ ടോട്ടൽ അസറ്റ്സ് ഈസിക്കൽ ടു എത്രയാണ് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്? 3 എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ അസറ്റ്സ് ഈസിക്കൽ ടു സെയിൽസ് എത്രയാണ്? 36 ബൈ, ഇത് ബൈ പ്രത്യേകം വരുമ്പോൾ എന്താകും? 3 പ്രത്യേകം വരുമ്പോൾ ബൈ ആകും. 36 by 3 ഈസിക്കൽ ടു റുപ്പീസ് 12 lakh. നെക്സ്റ്റ് നമ്പർ 2 എന്താണ്? സെയിൽസ് ബൈ ഫിക്സഡ് അസറ്റ്. അപ്പം നമ്മൾ ഏത് കണ്ടുപിടിക്കണം? ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫിക്സഡ് അസറ്റ് കാൽക്കുലേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? സെയിൽസ് ബൈ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ്സ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഫിക്സഡ് അസറ്റ് കാൽക്കുലേറ്റ് ഈസിക്കൽ ടു എത്രയാണ് നമുക്ക് വാല്യൂ തന്നിരിക്കുന്നത്? 5 ആണെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫിക്സഡ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫിക്സഡ് അസറ്റ്സ് ഈസിക്കൽ ടു സെയിൽസ് എത്രയാണ്? 36 by 5 ഈസിക്കൽ ടു 7.2 lakhs. നെക്സ്റ്റ് തേർഡ് നമുക്ക് ഏത് കണ്ടുപിടിക്കാം? സെയിൽസ് ബൈ കറണ്ട് അസറ്റ് അല്ലേ. അപ്പോൾ കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ്സ് സെയിൽസ് ബൈ കറണ്ട് അസറ്റ്സ് കറണ്ട് അസറ്റ്സ് ഈസിക്കൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 7.5 ആണ്. നെക്സ്റ്റ് കറണ്ട് അസറ്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കറണ്ട് അസറ്റ്സ് ഈസിക്കൽ ടു സെയിൽസ് എത്രയാണ്? 36 by 7.5 ഈസിക്കൽ ടു ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4.8 lakhs. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് സെയിൽസ് ബൈ ഇൻവെൻട്രി ആണ്. അപ്പോൾ ഫോർത്ത് ഏതാണ്? ഇൻവെൻട്രി. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്. ഇൻവെൻട്രീസ് എന്താണ് തന്നിരിക്കുന്നത്? സെയിൽസ് ബൈ ഇൻവെൻട്രീസ് ഈസിക്കൽ ടു എത്രയാണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്? 20 ആണ്. ഇനി ഇൻവെൻട്രീസ് കണ്ടുപിടിക്കാം. ഇൻവെൻട്രീസ് ഈസിക്കൽ ടു സെയിൽസ് എത്രയാണ്? 36 by 20 ഈസിക്കൽ ടു എത്രയാണ്? 1.8 lakhs. നെക്സ്റ്റ് ഫിഫ്ത്ത് സെയിൽസ് ബൈ ഡെപ്റ്റേഴ്സ്. അപ്പം നെക്സ്റ്റ് ഏതാണ്? ഡെപ്റ്റേഴ്സ് ആണ് കാൽക്കുലേറ്റ്. ഡെപ്റ്റേഴ്സ് എൻ്റെ നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന എഴുതുക. സെയിൽസ് ബൈ ഡെപ്റ്റേഴ്സ് ഈസിക്കൽ ടു എത്രയാണ്? 15 ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡെപ്റ്റേഴ്സ് ഈസിക്കൽ ടു സെയിൽസ് എത്രയാണ്? 36 by 15 ഈസിക്കൽ ടു എത്ര നമുക്ക് കിട്ടുന്നത്? 2.4 lakhs. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതർ കറണ്ട് അസറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതർ കറണ്ട് അസറ്റ്സ് ഈസിക്കൽ ടു എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക? കറണ്ട് അസറ്റ്സിൽ നിന്ന് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് ഇക്വേഷൻ എഴുതി വയ്ക്കാം. കറണ്ട് അസറ്റ്സ്
മൈനസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇൻവെൻറ്ററിയാണ്. കറണ്ട് അസറ്റ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? കറണ്ട് അസറ്റ് 4.8 ആണ്. മൈനസ് സ്റ്റോക്ക് ഇൻവെൻറ്ററി എത്രയാണ്? 1.8 ആണ്. അപ്പോൾ അതർ കറണ്ട് അസറ്റ് നമുക്ക് എത്ര കിട്ടി? 2.4 lakhs. നെക്സ്റ്റ് നമ്പർ 6 ഏതാണ് വരിക? കറണ്ട് റേഷ്യോ ആണ് അല്ലേ? കറണ്ട് റേഷ്യോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 2 ആണ് അല്ലേ? കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. കറണ്ട് റേഷ്യോ ഈസിക്കൽ ടു കറണ്ട് അസറ്റ്സ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ഈസിക്കൽ ടു എത്രയാണ്? 2 ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കാം. കറണ്ട് ലയബിലിറ്റീസ് ഈസിക്കൽ ടു എത്രയാണ് വരിക? കറണ്ട് അസറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 4.8 ആണ് അല്ലേ? അപ്പോൾ 4.8 by 2 is equal to 2.4 lakhs. നെക്സ്റ്റ് 7th ഒന്ന് നോക്കുക. നെറ്റ് വർത്ത് ഒരു സീക്രട്ട്. ടോട്ടൽ അസറ്റ്സ് ബൈ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ആണെന്ന് അർത്ഥം. അത് നമുക്ക് തന്നിരിക്കുന്നത് 2.5 ആണ് തന്നിരിക്കുന്നത്. നെറ്റ് വർത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ അസറ്റ്സ് എല്ലാം ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് 8th സ്റ്റെപ്പ് ഡെപ്റ്റ് ബൈ ഇക്വിറ്റി ഈസിക്കൽ ടു 1 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1. അപ്പോൾ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി ഈസിക്കൽ ടു 1 ആണ്. ഡെപ്റ്റ് ഈസിക്കൽ ടു 1 ഇൻറ്റു ഇക്വിറ്റി എത്രയാണ്? 4.8 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ 4.8. നെക്സ്റ്റ് ടോട്ടൽ ലയബിലിറ്റി. Total liabilities is equal to debt plus current liability. ഡെപ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 4.8 ആണ്. 4.8 പ്ലസ് കറണ്ട് ലയബിലിറ്റി എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 2.4 ആണ്. ഈസിക്കൽ ടു 7.2 lakhs. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് ആണ്. അസറ്റ് സൈഡിൽ നമുക്ക് ഫസ്റ്റ് എഴുതാം ഫിക്സഡ് അസറ്റ്സ്. നമുക്ക് കിട്ടിയ ആൻസർ 7.2 lakh ആണ്. കറണ്ട് അസറ്റ് 4.8. ഇൻവെൻറ്ററീസ് 1.8. Debtors 2.4. Other current asset 0.6. നെക്സ്റ്റ് ലൈബിലിറ്റി സൈഡിൽ എഴുതി നോക്കാം. ഇക്വിറ്റി 4.8. Debt 4.8. Current liability 2.4. നെക്സ്റ്റ് ടോട്ടൽ ഇത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 12. ലൈബ്രറി സൈഡിലും എത്രയാണ്? 12. ഓക്കെ, ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആയി, ഈക്വലായി. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.